നമസ്കാരം. ബാങ്ക് ടെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു ടൂ വീലറിൻ്റെ റിവ്യൂ ചെയ്യാനാണ്. ഹീറോ എന്ന കമ്പനിയിലെ ഡ്യുവറ്റ് എന്ന് പറഞ്ഞൊരു വണ്ടിയുടെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ റിവ്യൂ എന്ന് വെച്ചാൽ നമ്മളൊരു 8000 കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് നെഗറ്റീവ്സും പോസിറ്റീവ്സും ഇനി എടുക്കാൻ പോകുന്ന ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള സർവീസ് കോസ്റ്റ്, മൈലേജ് കാര്യങ്ങൾ എല്ലാമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. എന്തായാലും നമുക്ക് വീഡിയോ കാണാം. ഹായ്, നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ വണ്ടിയുടെ ബ്രേക്കിംഗ് സിസ്റ്റം ഒരു IPS എന്ന് പറഞ്ഞൊരു പുതിയൊരു സിസ്റ്റമാണ് ബ്രേക്കിംഗ് സിസ്റ്റമായിട്ട് വരുന്നത്. പിന്നെ 110 cc എയർ കൂൾഡ് എഞ്ചിനാണ് വരുന്നത്, സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. പിന്നെ ബ്രേക്കിംഗ് സിസ്റ്റമൊക്കെ ബാക്കും ഫ്രണ്ടും ഒക്കെ ഡ്രമ്മാണ്. ഫ്യൂൽ ഗേജിൻ്റെ കപ്പാസിറ്റി, നമുക്ക് ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി മാക്സിമം 5.5 ലിറ്ററാണ് കപ്പാസിറ്റി വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് വരുന്നത് പുറത്ത് തന്നെയാണ്, അതുകൊണ്ട് എക്സ്റ്റേണൽ ഫില്ലിംഗ് ആയിട്ട് കുറച്ചും കൂടി സൗകര്യമായിരിക്കും. പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് റിമോട്ടിൽ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മീറ്റേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിജിറ്റലും ആംഗ്ലോക്കും കൂടെ കൂടിയ മീറ്റേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്യുവൽ ടോൺ ഡിസൈനാണ് വരുന്നത്. അതിനെ കാണാനായിട്ട് നല്ലൊരു ഇംപ്രസിംഗ് ആണ്. ഇതിൽ ഡ്യുവറ്റിൻ്റെ ബാഡ്ജിങ്, ഹീറോയുടെ ബാഡ്ജിങ് എല്ലാം അടിപൊളിയാണ്. പിന്നെ സീറ്റിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ നോർമൽ ഹൈറ്റിംഗ് ആണ് വരുന്നത്. അത്യാവശ്യം എല്ലാവർക്കും കാലെത്തുന്ന രീതിയിലുള്ള ഹൈറ്റിങ്ങിലൊക്കെയാണ് അവർ ക്രമീകരിച്ചേക്കുന്നത്. പിന്നെ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്താൽ കാണാം, ബൂട്ടിൻ്റെ ഉള്ളിലൊരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് എൽബോർഡ് എന്ന് വെച്ചാൽ ആൾക്കാർ അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള, അതുകൊണ്ടാണ് എൽബോർഡ് നോക്കി വണ്ടി ഓടിക്കുന്നത്. നമുക്കിനി വണ്ടിയായിട്ട് ജസ്റ്റ് ഒരു റൈഡ് പോയി നോക്കാം. വണ്ടിയുടെ കംഫർട്ടും കാര്യങ്ങളൊക്കെ റൈഡിലല്ലേ നമുക്ക് മനസ്സിലാവുക. അപ്പോൾ നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് അത്യാവശ്യം കാലത്ത് നല്ല രീതിയിൽ തന്നെ കാലൊക്കെ എത്തുന്ന ടൈപ്പാണ്. ബാക്കിയുള്ള നമുക്ക് എന്ത് ചെയ്യാം, ഒരു റൈഡ് പോയി നോക്കിയിട്ട് നമുക്ക് പറയാം. എന്തായാലും സ്റ്റാർട്ടായിക്കോ. കുറച്ച് പ്രത്യേകതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ മീറ്റർ കൺസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ മീറ്ററും വരുന്നുണ്ട്, ഡിജിറ്റലും കൂടെ വരുന്നുണ്ട്. അതിൻ്റെ ഫ്യൂലൊക്കെ കാണിക്കുന്നത് ഡിജിറ്റലാണ്, നമ്മളെ കിലോമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഡിജിറ്റലാണ്. പിന്നെ ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡിൻ്റെ ഒരു ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം, സൈഡ് സ്റ്റാൻഡ് ഇട്ടേക്കുന്നു. അത് നമ്മൾ തട്ടിയിട്ടില്ലെങ്കിൽ അവിടെ ഒരു ഇൻഡിക്കേഷൻ കാണിക്കും. അത്യാവശ്യം നല്ലൊരു ഫീച്ചറായിട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വണ്ടി റൺ ചെയ്ത് നോക്കിയിട്ടൊക്കെ വന്നതാണ്. അപ്പോൾ അതിൽ മനസ്സിലാക്കാൻ പറ്റിയെന്താ വെച്ചാൽ നമ്മൾ സ്ത്രീകൾക്കൊക്കെ പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ്. ഏറ്റവും കൂടുതൽ കുറച്ച് ഹാൻഡിൽ ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റുന്നതാണ്. അധികം വെയിറ്റോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. പിന്നെ നമുക്ക് ഇത്ര നേരം വണ്ടിയുടെ പോസിറ്റീവ് കാര്യങ്ങളാണ് പറഞ്ഞത്. നമുക്കുണ്ടായ കുറച്ച് കംപ്ലയിൻസും കാര്യങ്ങളാണ് ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്.